പുന്നപ്ര ശ്രീ വേദവ്യാസ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഔഷധക്കഞ്ഞി വിതരണവും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ ശ്രീ വേദവ്യാസ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഔഷധക്കഞ്ഞി വിതരണവും കർക്കിടക ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി 1 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭവനേന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ NK ബിജുമോൻ, പഞ്ചായത്ത് അംഗം ജെ സിന്ധു, CDS ചെയർപേഴ്സൺ കല അശോകൻ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AT അഞ്ജു, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ അയ്യൂബ്, സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CV രേഖ, മെഡിക്കൽ ഓഫീസർ M ഷൈമ എന്നിവർ സംസാരിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂരി സ്വാഗതം പറഞ്ഞു. ഇപ്പോൾ നല്ല പ്രായം ചെന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു പ്രായം കുറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ എല്ലാം വീടുകളിൽ ഒരു വീട്ടിലെ സാധാരണ ഓരോ ജീവിത സന്ദർഭങ്ങളിലുമെല്ലാം ആയുർവേദവുമായി കൂടി കണക്റ്റഡ് ആയിട്ടുള്ള പലതും നമ്മുടെ ഒരു സാധാരണ വീടിൻ്റെ ഉള്ളിലെ ഒരു ചര്യയായിട്ട് നമ്മൾ പാലിച്ചു പോകുന്ന കാര്യമാണ്. ഇപ്പോൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ആയുർവേദത്തിൻ്റെ ഭാഗമായി പറയുന്ന മരുന്നുകൾ ആയിട്ടുള്ള ഇലകളോ അങ്ങനെയെല്ലാം ഉള്ളതാണ്. നമ്മൾ പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിക്കുക. പ്രസവത്തിന് ശേഷമുള്ള ഒരു വീട്ടിലെ ആ ഒരു പരിചരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മുടെ രക്ഷകർത്താക്കൾ തന്നെ മുൻകൈയെടുത്ത് അവർ ചെയ്തു പോന്നിട്ടുള്ളത് ഈ പാരമ്പര്യ ചികിത്സയുമായി ബന്ധപ്പെട്ട പലതുമാണ്. ഒന്നുമില്ലെങ്കിലും നമ്മളെല്ലാം ചെറിയ ഭാഗം നമ്മളെ കുളിപ്പിക്കാൻ തേക്കുന്ന എണ്ണ, അതിന് മുമ്പ് തേക്കുന്ന എണ്ണ ദേഹം മൊത്തം നമ്മൾ തേപ്പിക്കും. ആ തേക്കുന്നതെല്ലാം മിക്കവാറും ഇന്നല്ല മുമ്പ് തൊട്ടേ ആയുർവേദ ശാഖയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് പറയുന്ന ഏതെങ്കിലും സംഗതി ഇട്ടിട്ട് കാച്ചുന്ന എണ്ണയാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും.